എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെയും കുഴപ്പമില്ലാതിരിക്കുന്നു. പക്ഷേ ഭയങ്കര ചൂടാണ്. ഇന്നും നമുക്കൊരു ദിവസം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് കാണിക്കുന്നതും 2 ദിവസത്തെയാണ്, ഞായറും തിങ്കളും. അപ്പോൾ ഞായറാഴ്ച ഞാൻ രാവിലെ അരി വെള്ളത്തിൽ ഇട്ടിട്ടാണ് പോയത്. പ്രയർ കഴിഞ്ഞ് വന്നിട്ട് അരി അരച്ച് വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ചോറല്ല അരച്ചത്, അവല അരച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു 2-3 മണിക്കൂർ, ഇപ്പോൾ നല്ല ചൂടല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു 3-3.5 മണിക്കൂർ കൊണ്ടൊക്കെ നന്നായി. ഞാൻ ഈസ്റ്റ് കുറച്ചേ ഇട്ടുള്ളൂ. ഈസ്റ്റ് നമ്മൾ 1 ടീസ്പൂണൊക്കെ ഇടുവാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പുളിച്ച് കിട്ടും. ഞാനൊരു 1/4 ടീസ്പൂണേ ഇട്ടുള്ളൂ, വയറിനും അത്ര നല്ലതല്ലല്ലേ. അപ്പം ഞാൻ പിന്നെ കറി വെക്കാനായിട്ട് ഉരുളൻകിഴങ്ങും മുട്ടയും കൂടെ കുക്കറിയിട്ട്. അപ്പം സാധാരണ നമ്മളിങ്ങനെയൊക്കെ പുഴുങ്ങുന്നുണ്ടെങ്കിൽ കുക്കർ അങ്ങ് ഒരു കളറാവുമല്ലേ. അപ്പം നാരങ്ങയുടെ തോടോ എങ്ങാണോ ഉണ്ടെങ്കിൽ ഇട്ടാൽ കളർ അങ്ങനെ പിടിക്കത്തില്ല. അപ്പോൾ നാരങ്ങയുടെ നീരൊന്നും തോടില്ലാഞ്ഞ് ഞാൻ ഇച്ചിരി വിനാഗിരിയാണ് ഒഴിച്ചത്. വിനാഗിരി ഒഴിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുക്കർ അങ്ങനെ ഒത്തിരി കറുത്തൊന്നും വന്നില്ല. അപ്പം ഞാൻ മാവ് ഒരു പാത്രത്തിൽ അരച്ചെല്ലാം മിക്സ് ചെയ്തിട്ട് 2 പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്, കാരണം അത് ഇങ്ങനെ പുളിച്ച് പോകാതിരിക്കാനേ. അങ്ങനെ ഞാൻ വന്നുടനെ ഞാൻ ഇതാ അരച്ച് വെച്ചേ. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയി ഇച്ചിരി ഒന്ന് കിടന്നു. കാരണം യാത്ര കഴിഞ്ഞ് വന്നോടനെ ഞങ്ങൾ ഒത്തിരി ക്ഷീണം പോലെ, വെയിലും ഇങ്ങോട്ട് വന്ന് ഒത്തിരി ക്ഷീണമായിപ്പോയി. അപ്പോൾ അരി അരച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റ് കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ കറി വയ്ക്കാൻ ഞാൻ മുട്ടക്കറി ഞാൻ പറഞ്ഞല്ലേ, ഉരുളൻകിഴങ്ങൊക്കെ പുഴുങ്ങിയായിരുന്നു. അപ്പം ചീനച്ചട്ടി വെച്ച് കടുകിട്ട് കറിവേപ്പിലിട്ട് പൊട്ടിച്ച് സവാളയും, ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും ടൊമാറ്റോയും ഒക്കെ ഇട്ട് ഇച്ചിരി ഉപ്പിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കുക. അപ്പം ഞാൻ കറിയും ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. മാവും ഇച്ചിരി കൂടുതൽ അരച്ച് വെച്ച് നാളെ രാവിലത്തേക്കിനൂടെ വേണ്ടി. അപ്പോൾ ഇന്ന് രാത്രിയിലും എടുക്കാം, നാളെ എടുക്കാമല്ലേ. അപ്പം രണ്ടും ഇത്തിരി കൂടുതൽ, കറി ഇച്ചിരി കൂടുതൽ വെക്കുന്നുണ്ട്. പക്ഷേ നാളത്തേക്കിന് കറിക്ക് മുട്ടയില്ല, മുട്ട ഇന്നത്തേക്കിന് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം ഞാൻ 6 മുട്ട ഇട്ടു. കാരണം ചിലപ്പോൾ ഒരെണ്ണം ചിലതെങ്ങാനും പൊട്ടിപ്പോയെങ്കിലും ഒന്നും പറഞ്ഞ് ഒരെണ്ണം എക്സ്ട്രാ ഇട്ടതാണ്. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ എനിക്ക് വൈകുന്നേരം ആയ ഉടനെ ഈ ചൂട് സഹിക്കാൻ പറ്റാഞ്ഞ് രാവിലെ തൊട്ടങ്ങ് വെള്ളം കുടിച്ച് ഞാൻ എന്തോന്നും ചെയ്യുന്നത്, ഈ തിളപ്പിച്ച വെള്ളം അങ്ങനെ തണുത്തിട്ടാണ് ഒഴിച്ച് നമ്മൾ അത് ഒഴിക്കുന്നത്. ആ വെള്ളം കുടിച്ചിട്ട് ഒന്നുകൂടെ അങ്ങ് ചൂട് തോന്നുന്നു. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഒരു ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഈ വെള്ളം കൂടെ മിക്സ് ചെയ്ത് കുടിക്കും. അപ്പോൾ വീണ്ടും കുടിക്കണമെന്ന് തോന്നും. അങ്ങനെ കുടിച്ച് വയറെല്ലാം വീർത്ത് എനിക്ക് വൈകുന്നേരം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് വന്നിരുന്നേ, എനിക്കങ്ങ് വല്ലാതായി. പിന്നെ അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇരിക്കാൻ പിന്നെ അങ്ങ് ഞാൻ ചേരം കയറി കിടന്നങ്ങ്. കാരണം അത്രയ്ക്ക് എനിക്കങ്ങ് എന്തോ അസ്വസ്ഥത ചൂട്. എനിക്ക് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യാൻ വയ്യ, അത്രയ്ക്ക് ചൂടും പ്രശ്നവും. എത്ര നേരം നമ്മൾ AC ഇടും. ഇപ്പോൾ ഉള്ള ന്യൂസുകളിലെല്ലാം കാണുന്നത് AC പൊട്ടിത്തെറിച്ച്, നമ്മളിപ്പോൾ കണ്ടിന്യൂസ് AC ഇട്ടാൽ അതും കിടന്ന് വലിക്കുമല്ലേ, കമ്പൾസറിന് അത് ചൂട് പിടിച്ച് പൊട്ടിത്തെറിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം കുറച്ച് നേരം ഇട്ടുമിരിക്കും. ഇത് ഇട്ടിട്ട് വെളിയിലോട്ട് പോകുമ്പോൾ അതിനേക്കായി സഹിക്കാൻ പറ്റത്തില്ല, ആ നോർമൽ ചൂട് നമുക്ക് ഏൽക്കുന്നുടനെ. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ രാവിലത്തേക്കിന് മെഴുക്ക് പുരട്ടിയൊക്കെ ഞാൻ രാത്രിയിലേ അങ്ങ് ചെയ്ത് വെച്ച്. കാരണം എനിക്ക് ഉച്ചയ്ക്ക് നിൽക്കാൻ വയ്യ. എനിക്ക് അല്ലാതെ തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയത്തില്ലേ, എൻ്റെ ബോഡി ഭയങ്കര ചൂടാണ്. പിന്നെ ഇതുകൂടാണ് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. വെള്ളം മാത്രമേ ചെയ്യൂ, ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. വെള്ളം കുടിച്ചങ്ങ് വീർക്കുക. എന്തുവാന്നേലും ലോകം അവസാനിക്കാറായി. അപ്പോൾ ഞാനിത് ഉരുളൻകിഴങ്ങ് ഒരു 2-3 ഉരുളൻകിഴങ്ങ് എടുത്തൊന്ന് പൊടിച്ച് സെപ്പറേറ്റും ചേർത്തായിരുന്നേ. അപ്പോൾ ഞാൻ ഇതിൽ അരമുറി തേങ്ങ, 2 ഏലക്ക, ഒരു ടീസ്പൂൺ പെരുംജീരകം അതുകൂടെ അരച്ചിതിൽ ചേർക്കുന്നുണ്ട്. ഇത് മല്ലിപ്പൊടി മാത്രമേ ഞാൻ ചേർത്തുള്ളൂ, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. അതെല്ലാം മൂത്തൊന്ന് ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ച് ഇട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. ഇത്രയും ചൂടും പിടിച്ച് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ പിള്ളേർ കഴിക്കാതെയും കൂടെ. അയ്യോ അതേ ഉള്ളോ ചപ്പാത്തിക്ക് ഇതേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യർക്കങ്ങ് ദേഷ്യം വരും. കാരണം ഒരിടത്ത് വെറുതെ ഇരിക്കുന്നവർക്ക്, ഇവന്മാർക്കൊക്കെ എന്തുവാ, ഇവർക്കൊക്കെ ഫാനിട്ട് അവിടെ ഇരുന്നാൽ മതി, അവരെന്തെങ്കിലും മൊബൈലും കണ്ട്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമുക്ക് ചൂട് കൂടുതലാണ്. അടുക്കളയിലെ ഗ്യാസിൻ്റെ ചൂടും അല്ലാത്ത ചൂടും വെളിയിലത്തെ ചൂടും എല്ലാം കൂടെ ആകുമ്പോൾ അടുക്കള ജോലിക്കാർക്ക് ബുദ്ധിമുട്ടാണ്. എനിക്കെന്നല്ല, ഇൻ ജനറൽ എല്ലാവരുടെയും കാര്യം ഞാൻ പറയുക അല്ലേ. നിങ്ങൾ തന്നെ ചിന്തിരും, ഇതല്ലേ സിറ്റുവേഷൻ. വെറുതെ ഇരിക്കുന്നവർക്ക് അത്രയും ചൂടറിയത്തില്ല. അപ്പോൾ റീച്ച എന്നെ കളിയാക്കി പറയാം, നമുക്ക് കിച്ചണിലൂടെ AC വെക്കാമെന്ന്. ഞാൻ പറഞ്ഞു, അതാ റീച്ച, നമുക്ക് USA പോയി താമസിച്ചായിരുന്നെങ്കിൽ നമുക്ക് നല്ല ക്ലൈമറ്റല്ലേ, നമുക്ക് എപ്പോഴും ചൂട് അവിടെ ചൂടിൻ്റെ ക്ലൈമറ്റും ഉണ്ട്, എന്നാലും ഇതുപോലില്ലല്ലേ.
അപ്പം ഞാൻ റീച്ചാനത്തോട് റീച്ചാ ഇവിടെ എവിടെയെങ്കിലും നമുക്കിവിടുന്ന് മാറാം, നല്ല എപ്പോഴും നല്ല കൂൾ ക്ലൈമറ്റുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയി താമസിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ഇത്രയും ഈ പ്രശ്നം, ഇവർക്കൊന്നും അത്രയും പ്രശ്നമില്ല. അതെന്തോ റീച്ചാൻ ചെന്ന് സിക്കകത്തിരിക്കുന്നു, പിള്ളേരിങ്ങനെ മാർക്ക് ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കും അത്രയും ചൂടറിയത്തില്ല. നമ്മൾ ഈ ജോലി ചെയ്യുന്നവർക്കല്ല ഇത്രയും ബുദ്ധിമുട്ട്. അപ്പം ഞാനിങ്ങനെ മാവ് ഒഴിച്ചേ ഇന്നാളത്തെ കൂട്ട് ബണ്ണപ്പം ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷേ ഇന്നങ്ങോട്ട് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അത് ഒഴിച്ചിട്ട് അത്ര അങ്ങോട്ട് ശരിയായില്ല. പിന്നെ ഞാൻ അല്ലാത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്. ബണ്ണപ്പം വേണ്ടിയവർക്ക് ബണ്ണപ്പം കൊടുക്കാം, അല്ലാത്തപ്പം വേണ്ടിയവർക്ക് അതും കൊടുക്കാം. അപ്പോൾ രണ്ടും ഉണ്ടാക്കി. പക്ഷേ നല്ല സോഫ്റ്റ് ആയിരുന്നു. അറിയാമല്ലേ, ഞാൻ അവലാണ് അരച്ചത്. അപ്പം ഞാൻ ഉണ്ടാക്കി. ഈ പിള്ളേരൊക്കെ അന്ന് സൺഡേ ഞാൻ പറഞ്ഞല്ലേ ഇവർ താഴെ പോവും പപ്പാടെ കൂടെ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞേ കയറി വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി ചൂടോടെ അപ്പച്ചന് കൊടുക്കാനുള്ളത് അപ്പച്ചന് കൊടുത്ത് പിന്നെ ഓരോരുത്തർ കയറി വന്ന് എല്ലാവരുടെയും കുളിയും ചുവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു. പിന്നെ ഇതെല്ലാം ഒതുക്കി. പിന്നെ നമുക്ക് പരിപാടിയില്ല, ഇവർക്കൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്നാൽ പോരെ. നമ്മൾ പിന്നെ എല്ലാം പാത്രങ്ങളെല്ലാം ഒതുക്കി. ബാക്കി മാവെടുത്ത് ഞാൻ ബാക്കി ഇത് പിന്നെ തവി ഇട്ടില്ല, അല്ലാതെ കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു. എന്നിട്ട് ഇതിൻ്റെയും ബാക്കി ഇച്ചിരി ഉണ്ടായിരുന്നു, അതുകൂടെ അതി ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പിറ്റേന്ന് രാവിലത്തെയാണ്. അപ്പോൾ ചായ തിളയ്ക്കുന്നുണ്ട് അവിടെ. അപ്പമാണ് ഞാൻ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. പിള്ളേർക്ക് കൊണ്ടുപോകാനായിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ബന്ധുവെന്നതാണ് ഇങ്ങനെ കൈ തൊട്ടാണ് നോക്കുന്നത്. അപ്പോൾ സാൻഡ്വിച്ച് ആദ്യമായിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ മുട്ട എങ്ങനെ വെക്കണമെന്നുള്ളത് ആദ്യം എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ മനസ്സിലായി ഇതാണ്. അത് ഒരു കമ്പിയുടെ കുഞ്ഞ് ഒട്ടും കട്ടിയില്ലാത്ത ടൊയിൻ ഒരു സൈസ് ടൊയിനല്ല, കമ്പി പോലുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെ സ്ലൈസായിട്ട് നമുക്ക് കിട്ടും. അല്ലാതെ നമ്മുടെ നൈഫും കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഇത്രയും ചെറിയ പത്തലയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടേ അതിൻ്റെ മഞ്ഞക്കരു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാകുമ്പം മഞ്ഞക്കരു അങ്ങനെ പോകാറില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇച്ചിരി മാവ് ഉണ്ടായിരുന്നു, അതാ കണ്ടത് കേട്ടോ. രാവിലെ ആകുമ്പം കയ്യിൽ മാവായിരിക്കും, മുഖത്ത് മാവായിരിക്കും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ലല്ലേ, അത്രയ്ക്കുള്ള ഓട്ടപ്പാച്ചിലല്ലേ. അപ്പോൾ ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞാണ് പ്രൈസൻ വന്ന് അടുക്കളയിൽ വന്ന് എൻ്റെ അടുത്ത് എന്തോ ഞാൻ പറഞ്ഞു, എടാ നീ ഒന്ന് പോകുന്നുണ്ടോ എൻ്റെ അടുത്ത്, മരണപ്പാച്ചിലെടുത്ത് നമ്മളിവിടെ ജോലി ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വയ്ക്കുക, എന്തോ മമ്മി മരണപ്പാച്ചിൽ. എന്നിട്ട് മരണപ്പാച്ചിൽ അവൻ എന്നോട് ഹിന്ദി ചോദിക്കുക, മരണേക്കാ പാച്ചിലാന്ന്, മരിക്കാനുള്ള പാച്ചിലാന്ന്. ഈ പിള്ളേർക്ക് ഒന്നും പറയാനൊക്കെ, ഈ പിള്ളേർക്ക് ഒന്നും അറിയത്തില്ലെന്നുള്ളതാണ്. നമ്മൾ എന്തോരം തമാശ പറഞ്ഞാലും അത് അവർ സീരിയസ് ആക്കും. ചില സമയത്ത് ഞാൻ പറയും കുറച്ചുകൂടെ ഇരുന്ന് കാർട്ടൂൺ കാണടാ. അപ്പോൾ അവൻ പറയും കുറച്ചുകൂടെ നേരം കണ്ടാൽ മതിയോ മമ്മി, ഇച്ചി നേരം കൂടെ താന്ന് പറയും, പോയിരുന്ന് കാണും. നമ്മളൊന്നും പറയാനൊക്കത്തില്ല, ഇവർക്കതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പം ഞാൻ ഇന്ന് നമ്മളുണ്ടാക്കിയ ഗ്രീൻ ചട്നിയും കൊണ്ട്, ഇത് പോളിന് അറിയത്തില്ലായിരുന്നു ഞാൻ ഇന്നിതാ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന്. അവിടെ ചെന്ന് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ആൾക്ക് മനസ്സിലായത് ഇന്നതായിരുന്നെന്ന്. ചില ദിവസം വന്ന് ചോദിക്കും നാളെ എന്തോന്ന്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വന്നിട്ട് പറഞ്ഞാൽ, മമ്മി ഒത്തിരി നല്ലതായിരുന്നു മമ്മി ഒരു സൈഡിൽ ഇനിയും നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുന്നുണ്ടേ ടൊമാറ്റോ സോസ് തേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുട്ടയും കൂടി ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചോണ്ടെങ്കിൽ ആൾക്ക് ഒത്തിരി അങ്കിതായിപ്പോയി. അപ്പോൾ ഞാൻ മുട്ട ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സവാളയും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നുണ്ടേ. എന്നിട്ടത് ടോസ്റ്ററിൽ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ പിള്ളേർക്ക് കൊണ്ടുപോകാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി, ഇവിടെ ഉള്ളവർക്ക് പിന്നെ ഈ അപ്പവും. അപ്പോൾ എനിക്ക് ഈ ബണ്ണപ്പമാണ് ഇഷ്ടം. റേച്ചാൻ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലെന്നല്ല, മറ്റേ പരത്തിയെടുക്കുന്നതാണ് റേച്ചാൻ ഇഷ്ടം. അതുകൊണ്ട് എനിക്കിതുണ്ടാക്കി, അവർക്ക് രണ്ടിനും അല്ലാത്തതുണ്ടാക്കി. പിള്ളേരെങ്ങനെ പ്രീസമോ ഉച്ചയ്ക്ക് വരുവാണെങ്കിൽ അവനുണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇവിടെ അവരുടേതും റെഡിയായി. ഇപ്പം ഞാനിതുണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ചായ റെഡി ആയായിരുന്നു, അത് ഞാൻ അടച്ച് വെച്ചേക്കുമായിരുന്നു. ഇനിയിപ്പോൾ ചായയും കൂടെ ഒന്ന് ആറ്റിയെടുത്തിട്ട് ചായയും കൂടെ കൊടുക്കട്ടെ. അപ്പോൾ പോളുമോന് ചില ദിവസങ്ങളിൽ ഞാൻ കൂടുതലും ദിവസങ്ങളിൽ 2 ടിഫിൻ കൊടുക്കും. ഒന്നീ എന്തെങ്കിലും കൊടുക്കും. ഇന്നിപ്പം പേരയ്ക്ക് ഇന്നലെ വാങ്ങിച്ചതുണ്ടായിരുന്നു, അതൊരെണ്ണം കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ച്. അല്ലെങ്കിൽ കോണോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. കാരണം 2 ബ്രേക്കുണ്ട്. ചിലപ്പോൾ പറയും വേണ്ടാന്ന് പറയും.
കൂടുതൽ പിന്നെ ബുക്സൊക്കെ കൊണ്ടുവന്ന ദിവസം പറയും എനിക്ക് വേണ്ടാന്ന് പറയും, അല്ലെങ്കിൽ ഒരെണ്ണേ മതിയെന്ന് പറയും, ബാഗിൽ സ്ഥലമില്ലെന്ന് പറയും. അപ്പം ഞാൻ പറയും എങ്ങനെ, അതുകൊണ്ട് കൂടുതൽ ഞാൻ ഫോയിൽ പേപ്പറിൽ കവറിൽ കൊടുക്കാൻ നോക്കും. പിന്നെ ഡബ്ബയുടെ അത്രയും സ്ഥലം പോകത്തില്ലല്ലോ അതിന്. അപ്പോൾ ഞാൻ പിന്നെ അപ്പച്ചനൂടെ കൊടുക്കാനുള്ളത് കൊടുത്ത് പിന്നെ എല്ലാവരും കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതായിരുന്നു ഇഷ്ടമെന്ന്. അപ്പോൾ കറിക്ക് ഇത്ര ഈ കളറല്ല, ഒരു യെല്ലോ കളറാണ്, ഇതാണ്ട് ഈ കളറാണ് കറിക്ക്. അപ്പോൾ അതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ കുറേ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ സോപ്പിട്ട് വെച്ചതാണ്, ഇനിയൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു. പിന്നെ അടുത്ത പരിപാടി, ഇന്ന് ചൂടും പിടിച്ച് ഇതെനിക്കൊരു എക്സ്ട്രാ പണിയും കൂടെ ഉണ്ട്, ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പം ഞാൻ അതൊന്ന് കുഴച്ച് വെക്കട്ടെ. അപ്പോൾ ഇന്നലെ ഞാൻ മാങ്ങ അരിഞ്ഞ് ഉപ്പിൽ, മാങ്ങ അന്നേരം അരിഞ്ഞെങ്കിലും രാത്രിയിലാണ് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചത്. അപ്പോൾ ഇനി അത് ഒന്ന് അച്ചാറിടണം. അപ്പോൾ മാങ്ങ ഒന്ന് അച്ചാറിടട്ടെ. അപ്പം ഞാൻ ചട്ടി വെച്ച് ഓയിലൊഴിച്ച്, അപ്പം ഇതിപ്പം വീട്ടിലായതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങ് ഓയിലൊന്നും പുറമേ വയ്ക്കേണ്ട ആവശ്യമില്ലല്ലേ, അതുകൊണ്ട് കുറച്ച് ഓയിലേ ഒഴിച്ചുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അച്ചാറൊക്കെ നമ്മൾ കുറച്ചാൾ ഇട്ട് വെക്കണമെങ്കിൽ ആ അച്ചാറിൻ്റെ മുകളിൽ ഓയിൽ നിൽക്കത്തക്ക വിധത്തിൽ ഓയിലൊഴിക്കും. അപ്പം കടുക് ഉലുവ ഇട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു സാമ്പിൾ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് മാങ്ങയും ഡേറ്റ്സ് കൂടി ഇട്ടൊന്ന് ഇച്ചിരി നോക്കിയതാണ്. അങ്ങനെ ഇട്ട് നോക്കിയിട്ട് കൊള്ളാം, നല്ല ചില മാങ്ങയ്ക്ക് അങ്ങ് ഭയങ്കര പുളിപ്പായിരിക്കുമല്ലേ, അപ്പോൾ ആ പുളിപ്പൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഡേറ്റ്സ് കൂടി ഇടുമ്പം നല്ലതാണ്. ചിലരങ്ങനെ ആ പുളിപ്പ് മാറാൻ വേണ്ടി ഒന്നീ പഞ്ചസാര ചേർക്കും, അല്ലെങ്കിൽ ശർക്കര ചേർക്കും. അപ്പം ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കിയതാണ്. അങ്ങനെ ഞാനും ചെയ്തിട്ട് ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്ന് ഡേറ്റ്സ് കൂടെ ആകുമ്പം ശരീരത്തിന് നല്ലതല്ലേ. അപ്പം ഞാൻ കുറച്ച് ഡേറ്റ്സേ ഉള്ളായിരുന്നു, മാങ്ങ 1 കിലോ ഉള്ളായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഡേറ്റ്സ് കൂടെ ഇട്ടിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവപ്പൊടിയും എല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ഒരു സ്വല്പം പേറിന് വേണ്ടി ഞാൻ ഇച്ചിരി വിനാഗിരി, മാങ്ങയ്ക്കൊന്നും അങ്ങനെ വിനാഗിരിയുടെ ആവശ്യമില്ല, എന്നാലും ഞാനിതൊന്ന് കുതിരാൻ വേണ്ടി ഇച്ചിരി ഒരു ലൂസാവാൻ വേണ്ടി ഇച്ചിരി വിനാഗിരി ഒഴിച്ച്. പിന്നെ ഇപ്പം നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിനായതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചതാണ്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിന് വെള്ളം ഒഴിച്ചാൽ പിന്നെ നമുക്കത് നഷ്ടവും. ചിലർ പറയും വെള്ളം ഒഴിക്കാൻ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് പേടിയാണ്. ഉള്ള സാധനം എത്ര മുതൽ മുടക്കിയാൽ നമ്മളൊരു അച്ചാറിടുന്നത്, നല്ലെണ്ണയിലും അങ്ങനെയൊക്കെ. അപ്പോൾ ഇച്ചിരി വെള്ളത്തിന് വേണ്ടി ഇച്ചിരി ഓയിൽ കൂട്ടി ഒഴിച്ചാലും നമുക്ക് കുഴപ്പമില്ല, നഷ്ടമാണെങ്കിൽ പോട്ടെന്ന് പറയാം. വെള്ളം ഒഴിച്ചുള്ളതുകൂടെ പോയാലെന്ന് പറഞ്ഞ് എനിക്ക് പേടിയാണ്. പക്ഷേ വിനാഗിരി ഒത്തിരി ഒഴിക്കാനും പറ്റത്തില്ലല്ലേ, അതിനൊരു പുളിയുണ്ടല്ലേ, ഒരു ആവശ്യത്തിനുള്ള വിനാഗിരി എല്ലാം ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ചില സമയത്ത് ഞാൻ കഴിവതും ഒരു ബ്രാൻഡിൻ്റെ വിനാഗിരി ഞാൻ വാങ്ങിക്കുന്നത്, എങ്ങും കിട്ടാതാവുമ്പം വേറെ വല്ലതും വാങ്ങിച്ച് അതിൻ്റെ പുളി നമുക്ക് മനസ്സിലാവത്തില്ലല്ലേ. ഇതിപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വിനാഗിരി ആകുമ്പം അതിന് എത്രയും പുളി ഉണ്ടെന്നറിയാം. 2 ടൈപ്പ് പുളിയുള്ള വിനാഗിരിയുണ്ട്, ഇച്ചിരി പുളി കുറവുള്ള വിനാഗിരിയുണ്ട്. ഒരു പ്രാവശ്യം എനിക്ക് പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങും കിട്ടാതായി, അർജൻറ്റ് ഓർഡറുമായിരുന്നു അവർക്ക്. അങ്ങനെ ഞാൻ ഇട്ട് ഒരു ഇച്ചിരി പുളി കൂടുതൽ, ഞാൻ സാധാരണ ഒഴിക്കുന്ന പോലെ ഒഴിച്ച് അവർക്ക് ഇച്ചിരി പുളി കൂടുതലായിപ്പോയി. ഇപ്പം ഇപ്പോൾ ഒരു ലോട്ട് ഉണ്ടാക്കുകയെന്ന് വെച്ചു, അതിപ്പം ചിലർക്ക് അത് എരിവായിട്ട് തോന്നും, ചിലർക്ക് പുളിയായിട്ട് കൂടും, ചിലർക്ക് എരിവ് കുറവായിട്ട് തോന്നും. അങ്ങനെയാണ്, പല രീതിയാണ് ആൾക്കാരുടെ ടേസ്റ്റ്. അപ്പോൾ അതനുസരിച്ച് എല്ലാവരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം മാങ്ങയൊക്കെ ഞാനിട്ട്, മാങ്ങ ഒത്തിരി അരപ്പെല്ലാം ഒന്ന് ഓഫാക്കിയിട്ടാണ് മാങ്ങ ഇട്ട കേട്ടോ. അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പോൾ മോൻ എന്നും അങ്ങ് ചോദിയില്ല, അച്ചാറുണ്ടോ അച്ചാറുണ്ടോ, മാങ്ങ അച്ചാറുണ്ടോ, നെല്ലിക്ക അച്ചാറുണ്ടോ എന്ന് പറഞ്ഞ് അവനിങ്ങനെ ഇരിക്കും. ഇന്ന് ചപ്പാത്തി ആൻറ്റി ഇല്ല, ഹോസ്പിറ്റലിലെങ്ങാണ്ട് മോൻ്റെ എന്തോ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആൻറ്റി അങ്ങോട്ട് പോയിട്ടോ. പിന്നെ ചപ്പാത്തി ഞാൻ കുഴച്ച് വെച്ചു, ഇനിയും ചപ്പാത്തി ഉണ്ടാക്കണം. തുണി കഴുകാനിട്ടേക്കുന്ന, അരി തിളപ്പിച്ചിട്ടു, അച്ചാറിട്ട്, മാങ്ങ അച്ചാറിട്ടു. ഇന്നലത്തെ ഞാൻ തെച്ചി ചിക്കൻ കറിയൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് ഇവർക്കൊക്കെ ചപ്പാത്തി ഇതൊക്കെ കൊടുക്കും. മെഴുക്ക് വരട്ടിയുണ്ട്, എന്തുവാ ബീട്രൂട്ടും കാബേജും തോരനുണ്ട്, ബീട്രൂട്ടും ക്യാരറ്റും. പിന്നെ ഒഴിക്കാൻ
പരിപ്പിരിപ്പുണ്ട്. എന്നാലും എനിക്ക് ജോലിയുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. ഓക്കെ, അപ്പം ചപ്പാത്തിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഡാഡിക്ക് കൊടുക്കട്ടെ. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇവിടെ ലോക്കൽ ഇവിടെ ഇരിക്കുന്ന ആൻറ്റിമാരുടെ നിന്ന് മീൻ വാങ്ങിച്ചായിരുന്നു അയല. അപ്പം 2 പേരുടെ നിന്നാണ് വാങ്ങിച്ചത്. ഒരാടയിൽ അത്ര അങ്ങോട്ട് ആരുടെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ രണ്ടും കൂടെ എൻ്റെ അടുത്ത് ചോദിച്ച് എൻ്റെ 2 തൈല് കവറായിട്ട് കൊണ്ട് തന്നിട്ട് ചോദിച്ചാൽ പറഞ്ഞു ഇത് നോക്ക് എത്ര രൂപ കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് ആളങ്ങ് താഴെ പോയി. അപ്പം ഞാനത് ഒരാളുടെ നിന്നാണെന്ന് പറഞ്ഞ് 2 കൂടെ ഒരുമിച്ച് അങ്ങിട്ട്. പിന്നെ അറിഞ്ഞത് അത് 2 പേരുടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരാടയിൽ ഇത് ഇത്തിരി ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കഴുത്തൊക്കെ എത്തി പൊട്ടിയത്. പിന്നെ ഒരു കൂട്ടം ഞാൻ ഇപ്പോൾ എടുത്ത് വെട്ടി. അപ്പം ഞാനിവിടെ ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, അത് കുക്കറിൽ ഇങ്ങനെ ഇട്ടിട്ട് ഈ വിസിലിൻ്റെ അവിടെ നിന്നേ ഇങ്ങനെ ആവി പോലെ വരുന്ന ഉടനെ ഞാൻ വിസിൽ ഇട്ട് വെക്കും. അപ്പം ഇങ്ങനെ ഞാൻ അല്ലാതെ നമ്മൾ ചരുവത്തി വെച്ച് വാർക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് ചോറിന്. ഈ ചോറുണ്ടല്ലേ നല്ല കടക്ക് പോലെ നല്ല മണി പോലെ നമുക്ക് കിട്ടും. അപ്പം അടിയിൽ പിടിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പം ഞാൻ കുക്കറിലതും ഇന്നലത്തെ ചോറൊന്ന് വാർത്തെടുത്തു. വാർക്കുമല്ല, ഇങ്ങനെ ആവി കയറ്റിയെടുത്തു. അപ്പം മീൻ ഞാൻ പറഞ്ഞായിരുന്നല്ലേ വെട്ടിയെന്ന്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മീനെടുത്ത് വറക്കാനായിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി കറി വെക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം പൊളിച്ചെടുത്ത് വെച്ച്. പക്ഷേ ചൂട് കാരണം ഞാൻ എടുത്തോണ്ട് ഈ കൂട്ടാനൊക്കെ മതിയെന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ കൊണ്ടങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് ഇതും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച്. പിന്നെ തുണി വിരിക്കണമായിരുന്നു. പിന്നെ തുണിയെല്ലാം വിരിച്ച് അന്നേരം ഒരാൾ ഇവിടെ ഉടുപ്പിടാതെ നടക്കുന്ന ചൂടാ. അവനറിയുന്നില്ല ഞാനിവിടെ വീഡിയോ ഓണാക്കിയിട്ടുണ്ടെന്ന്. അവനത് ശ്രദ്ധിക്കാതെ അടുക്കളയിലോട്ട് വരുക. ശ്രദ്ധിച്ചോണേ. വീഡിയോ ഓണല്ലായിരുന്നോ? ആര് പറഞ്ഞു ഉടുപ്പിടാതെ നടക്കാൻ? നോക്കണമായിരുന്നു അങ്ങോട്ട്. ഓഫാക്കണ്ട, ഇങ്ങോട്ട് പോ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.